പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 80-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവരായി ഇസ്രായേലിന്റെ ഇടയനായിട്ട് ചെവിക്കൊള്ളണമേ. കിരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായ, അല്ലെങ്കിൽ ഇസ്രായേലത്തെ ദൈവമക്കളെ നടത്തുന്നവനായ നല്ല ഇടയനായ ക്രിസ്തുവിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, രക്തം ചെയ്യാം. ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം ദൈവസഭയ്ക്ക് ഇടയനായിട്ടുള്ളത് കൊണ്ട് ദൈവമക്കൾക്ക് വളരെ ആശ്വസിക്കുവാൻ ഇടയുണ്ട്. രക്തക്ഷയം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അതിപ്രധാനമായ അതിവിശിഷ്ടമായ പേരാണ് ഹല്ലേലൂയ, കർത്താവിന്റെ ആടുകൾ അഥവാ ആട്ടിൻകൂട്ടം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവസഭയെ, ദൈവജനത്തെ ആട്ടിൻകൂട്ടത്തോട് ചേർത്ത് ആട്ടിൻകൂട്ടത്തെ ആമെ സാമ്യപ്പെടുത്തി സംസാരിക്കുന്നത് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിനകത്തും ഹല്ലേലൂയ, അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനകത്തും അപ്പോസ്തലന്മാരുടെ വാക്കുകളിൽ ഇത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം തന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുന്നു. അതുകൊണ്ട് നമുക്കൊരിക്കലും പതറിപ്പോകാനോ അല്ലെങ്കിൽ നമ്മളതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കേരളത്തിലേക്ക് ആടുകൾ മേയിക്കുക എന്ന് പറയുന്നത് ചുരുക്കമാണ്. എല്ലാവർക്കും അധികം ആടുകളൊന്നും കാണത്തില്ല. കഷ്ടിച്ചാൽ 10-15 ആടുകളായിരിക്കും ഏറ്റവും കൂടുതൽ. അതിൽ കൂടുതലുള്ളതും കാണും. എന്നാൽ നമ്മൾ ഈ കർണാടക ഒക്കെ പ്രദേശത്തേക്ക് ചെന്നാല് വലിയ കൂട്ടം ആടുകളെ കൊണ്ട്, ചെമ്പരിയാടുകളെ കൊണ്ട് ഹല്ലേലൂയ, ഇടയന്മാർ രാവിലെ അതിനെ തീറ്റയ്ക്ക് അല്ലെങ്കിൽ മേയ്ക്കാനായിട്ട് പോകുന്ന കാണാറുണ്ട്. വൈകിയ വേളയിലൊക്കെ നിൽക്കുവനെ തിരിച്ചു കൊണ്ടുവരുന്ന കാണാറുണ്ട്. അപ്പോൾ ഒരു ഇടയൻ തന്റെ കൈക്കീഴിലുള്ള ആട്ടിൻകൂട്ടത്തെ ക്രമമായി നടത്തുന്നു. ആടുകളെല്ലാം ക്രമമായി മുന്നോട്ട് പോകുന്നു. പകലതിനെ കൊണ്ടുപോയി ആവശ്യമായ ആഹാരം തേടിക്കൊടുക്കുന്നു, അതിന് വേണ്ടുന്ന വെള്ളം കൊടുക്കുന്നു. വളരെ സുരക്ഷിതമായിട്ട് അതിനെ നടത്തുന്ന നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ കർത്താവ് നമ്മെ എത്ര ശ്രേഷ്ഠമായി നടത്തുന്നേ. ഭൂമിയിൽ ഒരു ആട്ടിൻകൂട്ടത്തെ അത്ര ശ്രേഷ്ഠമായി നടത്തുവാൻ ഭൂമിയിൽ ഒരു ഇടയന് കഴിയുന്നെങ്കിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ദൈവജനത്തെയും ദൈവസഭയും ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുവാൻ ദൈവശക്തനാണ്. ഞാനും നിങ്ങളും ദൈവസഭയുടെ ഭാഗമാണ്, ദൈവമക്കളാണ്, ആട്ടിൻകൂട്ടങ്ങളാണ്. ഹല്ലേലൂയ. നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുകയാണെങ്കിൽ, ദൈവസഭയോട് ചേർന്ന് പോവുകയാണെങ്കിൽ, ദൈവസഭയാകുന്ന ആട്ടിൻകൂട്ടത്തിന്റെ പ്രതിനിധിയാണെങ്കിൽ, അംഗമാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് നിങ്ങളെ നടത്തുവാൻ യേശു നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കയ്യിൽ നിന്ന് ഒരാട് പോലും നഷ്ടപ്പെട്ടു പോകാൻ ആമേൻ അനുവദിക്കുന്നില്ല. അപ്പം ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് ദൈവജനം. കർത്താവിന്റെ ആട്ടിൻകൂട്ടമാണ്, ആടുകളാണെന്നുള്ളത്. ആടുകളെ മേയിച്ച് ദാവീദ് തനിക്കൊരു ഇടയൻ ആവശ്യമാണെന്ന് ഉണർന്ന് ആകാശത്തിന്റെ കീഴിൽ ഒരു അനാഥനെ പോലെ തുറന്നു വിടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കരുത്. തന്നെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുവാൻ ഇടയനാണ് തനിക്ക് ആവശ്യമെന്ന് ദാവീദും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ദാവീദ്. ഹല്ലേലൂയ. ആ ദാവീദ് തന്റെ ആടുകളുമായി നടക്കുമ്പോൾ ആകാശത്തിന്റെ കീഴിൽ തുറന്നുവിട്ട ഒരു അനാഥനെ പോലെ വനാന്തരങ്ങളിലൂടെ ഘോര മൃഗങ്ങളുള്ള വനാന്തരങ്ങളിലുള്ള ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നു. ഹല്ലേലൂയ, എന്നെ നടത്തുവാൻ എനിക്കൊരു ഇടയൻ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇസ്രായേലിലെ അതിവിശിഷ്ടനായ രാജാവാണ്. ഹല്ലേലൂയ. 40 വർഷം 6 മാസം ഇസ്രായേലിലെ യഹൂദയെ ഭരിച്ചവനാണ്. നല്ല ഭരണപാഠവുമുള്ളവനാണ്, നല്ല തന്ത്രശാലിയാണ്, നല്ല പാട്ടുകാരനാണ്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ അതിശ്രേഷ്ഠനായ ഹല്ലേലൂയ
ദാവീദ് രാജാവിന് പോലും തനിക്കൊരു ഇടയനാണെന്ന് ആവശ്യമാണെന്ന് തോന്നിയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്കൊരു ഇടയൻ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഇടയൻ ആവശ്യമോ? ഒരു ഇടയൻ ഉണ്ടെങ്കിൽ നമ്മൾ പതറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് എഴുതി വെച്ചത് 23-ാം സങ്കീർത്തനത്തിനകത്ത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്തോത്രം. അത് വളരെ പ്രശസ്തമായൊരു വാക്യമാണ്. നമ്മൾ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസമാണ്, ഹൃദയത്തിനകത്ത് വളരെ സന്തോഷമാണ്. ഒരുപക്ഷെ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന അനുഭവമായിരിക്കാം. ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി. നേരം വെളുത്തു കഴിഞ്ഞാൽ കടക്കാരെല്ലാം കൂടെ വരും. അവരോട് എന്തു പറയും? വാടക വാങ്ങുവാൻ വേണ്ടി കെട്ടിടത്തിന്റെ ഓണർ വരും. അല്ലേരിയ കഴിഞ്ഞ ദിവസം ബ്ലേഡിൽ നിന്നെടുത്ത പൈസ വാങ്ങുവാൻ അവര് വരും. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. സ്കൂള് തുറക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? അവരെല്ലാം പഠിപ്പിക്കാൻ വിടണം. 10ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ആവശ്യമാണ്. +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അവരെ പറഞ്ഞയക്കണം. ഇതിനെല്ലാം വലിയ ചിലവുണ്ട്, വലിയ ആവശ്യങ്ങളുണ്ടെന്നൊക്കെ ഓർത്ത് നിങ്ങൾ പല വിധത്തിലും മനം കലങ്ങി ഭാരപ്പെട്ടിരിക്കുകയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരോട് ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയട്ടെ, ദാവീദ് വിശ്വസിച്ചതുപോലെയും ചിന്തിച്ചതുപോലെയും നിങ്ങളും ചിന്തിക്കണം. എനിക്കൊരു ഇടയൻ ആവശ്യമാണ്. എന്റെ വിഷയങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ എല്ലാം നടത്തുവാൻ എനിക്കൊരു ഇടയൻ ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളത് ബോധ്യമാക്കപ്പെട്ടിട്ട് നല്ല ഇടയനായ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും നല്ല ഇടയനായ കർത്താവ് നിനക്ക് ആശ്വാസമായി മാറും. അതെ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായ നല്ല ഇടയനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ യേശു നല്ല ഇടയനാണ്. അവന്റെ ആടുകളായ ദൈവജനത്തിന് യാതൊന്നിനും കുറവ് വരാതെ, ഹല്ലേലൂയ, കുറവ് വരാതെ അവൻ അവരെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. വഴി നടത്തുന്നു. ഹല്ലേലൂയ. സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങൾ നേരിട്ടാലും ബുദ്ധിമുട്ടുകൾ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവജനത്തെ നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്നു, കരുതുന്നു, വഴി നടത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. അതിന് ഉദാഹരണമാണല്ലോ കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. കൊറോണ കാലഘട്ടത്തിൽ ഹല്ലേലൂയ മനുഷ്യൻ വളരെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു, നൊമ്പരങ്ങൾ അനുഭവിച്ചു. ഒക്കെ മരണങ്ങൾ പടുപെട്ടെന്നുണ്ടാകുന്നു. ഭവനത്തിൽ വളരെ പ്രതിസന്ധികൾ, മരണസംഖ്യ ഉയരുന്നു. അതുപോലെ കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യങ്ങളൊക്കെ വന്നൊരു സമയമാണ്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരമായ അനുഭവമായത് 2018 ജലപ്രളയവും 19 20 കൊറോണ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നതായ ദൈവം തന്റെ ആട്ടിൻകൂട്ടമായിരിക്കുന്ന ദൈവസഭയെ പരിപാലിച്ച് വേയിച്ച് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ, വെല്ലുവിളികൾ വന്നപ്പോൾ, വ്യാധികൾ വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ അവർക്കൊന്നിനും മുട്ടുകൂടാതെ അവരെ സ്നേഹിച്ചു വഴി നടത്തി. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാതെ ദൈവസഭയെ പരിപാലിച്ചു. സ്തോത്രം. നമ്മൾ ആ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമുക്ക് ഇടയൻ ആവശ്യമാണ്. ഒരു ഇടയൻ ഇല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി, അവരെ അടിമത്തത്തിൽ നിന്ന്, പാപമാകുന്ന ശാപമാകുന്ന അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കുവാൻ അവർക്കൊരു നല്ല ഇടയനായി ഒരു കർത്താവ് വേണമെന്ന പിതാവിന്റെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായി തന്റെ ജനങ്ങൾക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, സകല ജനത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. ഈ ലോകത്തിൽ അനവധി അവതാരം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അവതാരങ്ങൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഓരോ ദിവസവും അവതാരങ്ങളുടെ പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുക. അല്ലേ? എത്ര വലിയ അവതാരങ്ങൾ എവിടെയെല്ലാം ഉണ്ടായാലും ഇനി ഉണ്ടാകാനിരിക്കുന്നതായാലും എന്നെ കേൾക്കുന്ന പ്രശ്നം ജനത്തിന് വേണ്ടി ജീവൻ കൊടുത്തവൻ യേശുക്രിസ്തു മാത്രമാണ്.
സകല ജനത്തെയും വഴി നടത്തുന്നവൻ, സകല ജനത്തെയും അറിയുന്നവൻ, അവന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ, അവന്റെ കണ്ണുനീര് കാണുന്നവൻ, അവന്റെ ദുഃഖം കാണുന്നവൻ, അവന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങൾ അറിയുന്ന നല്ലൊരു ഇടയനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അല്ലാതെ വേറെ അവതാരങ്ങളും ഇല്ല കേട്ടോ. അവതാരങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ, നീ കടന്നു പോകുന്ന കഷ്ടതകളിൽ നീ പിടിച്ചിരിക്കുന്ന അവതാരങ്ങളൊന്നും നിന്നെ കാത്തു സൂക്ഷിക്കത്തില്ല. അല്ലേറിയ മാനകുലത്തെ മുഴുവൻ സംരക്ഷിക്കുവാൻ കഴിയുന്നവൻ യേശുവാണ്. അല്ലേറിയ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അവതാരങ്ങളുടെ പിന്നാലെ നീ ഓടി നിന്റെ ജീവിതം നീ പരാജയപ്പെടുത്തി കളയരുത്, പരാജയപ്പെട്ടു പോകരുത്. നിന്നെ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ലോകം കണ്ട ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലേ? യേശു ക്രിസ്തു നല്ല ഇടയനായ എല്ലാ സമയത്തും എല്ലാ മേഖലയിലും നീ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്. രക്തക്ഷയം പ്രൈസലോ. അപ്പൊ നല്ല ഇടയനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സിംഹം വന്നാലും കരടി വന്നാലും പേടിക്കണ്ട. അല്ലേരി അവയെ നേരിടാനുള്ള ബലം ദൈവം നമുക്ക് തരും. അത് ദാവീദിന് ദൈവം കൊടുത്തു. അല്ലേരി അപ്പൊ നമുക്കൊരു നല്ല ഇടയനെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം വായിച്ചത്, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവി കൊള്ളണമേ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ലേറിയ ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കിയാൽ അതിലൂടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോസേപ്പിനെ ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ച് അവതരിപ്പിക്കുക. യോസേപ്പിനെ ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ച് യോസേപ്പിനെ ഇവിടെ അവതരിപ്പിക്കുക. ഇസ്രായേൽ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ വഴി നടത്തുവാൻ അവരുടെ ഇടയനായ ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പറയുക. ഇസ്രായേൽ ജനത്തെ മുഴുവൻ, അല്ലേരിയ പുതിയ നിയമസഭയാകുന്ന ഇസ്രായേലിനെ മുഴുവൻ വഴി നടത്തുവാൻ, സംരക്ഷിക്കുവാൻ, കരുതുവാൻ, ആശ്വസിപ്പിക്കുവാൻ, അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അല്ലേരിയ ഇസ്രായേലിനെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ വഴി നടത്തുവാൻ നല്ല ഇടയനായ കർത്താവിനോട് സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നടത്തുവാൻ നല്ല ഇടയനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരും. രക്തം ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും, എത്ര വലിയ മഹാവ്യാധി വന്നാലും, പെരുവെള്ളം കവിഞ്ഞു വന്നാലും നീ ഭയപ്പെടേണ്ട. അതിന്റെ നടുവിലും ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. രക്തം ചെയ്യാം. പ്രൈസലോ. അപ്പൊ നമ്മളെ നടത്തുവാൻ ഒരു നല്ല ദൈവമുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന പ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് പറയുന്നത് സമാഗമന കൂടാരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 4:4, 2 ശമൂവേൽ പുസ്തകം 6:22 ഒക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ദൈവജനത്തിന് രക്ഷ കൈവരുന്നതിന് വേണ്ടിയാണ് ആസാഫ് പ്രാർത്ഥിക്കുന്നത്. 80-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ആസാഫിന്റെ സങ്കീർത്തനമാണ്. ആസാഫ് ചില സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് കുളിർമ തരുന്നത്, നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന, ഏത് ഭാരത്തിലും ഏത് ദുഃഖത്തിലും ഏത് സങ്കടത്തിലും കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആശ്വാസകരമാകുന്ന ദൈവത്തിന്റെ വചനം ലേറിയ ആസാഫ് തന്റെ അതരത്തിലൂടെ നമുക്ക് പകർന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ, സങ്കടം അനുഭവിക്കുമ്പോൾ, ഭാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുന്ന സന്ദർഭങ്ങളില്ലേ, അവിടെ നിങ്ങൾ ദൈവവചനം എടുത്ത് വായിക്കണം. നല്ലൊരു ശതമാനം ആളുകളും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അവർ ഓടിച്ചെന്ന് ദൈവത്തിന്റെ വചനമെടുക്കും, സത്യവേദ പുസ്തകം എടുക്കും. അവർ ചെന്ന പുസ്തകം തുറന്നിട്ട് സങ്കീർത്തനത്തിനകത്തും ചില വാക്യങ്ങൾ, സങ്കീർത്തനത്തിനകത്ത് എല്ലാ വാക്യങ്ങളും അതിപ്രധാനമാണ്, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നതാ. അല്ലേരിയ അവരെന്നിട്ട് ആ വചനം വായിച്ച് ആശ്വസിച്ച് അവർ യാത്ര പോകും. മക്കളെ പ്രാർത്ഥിച്ചയക്കും. കുടുംബത്തിനകത്ത് ആ വചനം വെച്ച് പ്രാർത്ഥിക്കും. കഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നിന്ന വരുമ്പോൾ, അപമാനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങളും പരീക്ഷകളും പരിശോധനകളൊക്കെ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ സങ്കീർത്തന പുസ്തകം എടുത്തു വെച്ച് വായിക്കും. എന്നിട്ട് അവർ പറയും, കർത്താവേ,
നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ വേണ്ടി ദൈവം പലരുടെയും അകത്തെ കണ്ണുകൾ തുറന്നു. ആത്മാവിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞ് അവർ ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിച്ചു. അവരുടെ കഷ്ടങ്ങളിൽ ദൈവം പിടിപ്പിച്ചു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, ഈ ലോകം നിന്റെ കഷ്ടതയിൽ നിനക്കൊരു ആശ്വാസമല്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെയും പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി പറയട്ടെ, നിന്റെ കഷ്ടതയിൽ നിന്നെ സഹായിപ്പാൻ ഈ ലോകത്തിന് കഴിയില്ല. നിന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ നിന്റെ ചാർച്ചക്കാരും നിന്റെ സുഹൃത്തുക്കളോ നിന്നെ സ്നേഹിക്കുന്നവരാരുമാകട്ടെ, അവരൊക്കെ ചെയ്യുന്ന സഹായം എന്ന് പറയാൻ താൽക്കാലികമാണ്. ഹല്ലേലൂയ. അവരത് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു തിറക്കും. പിന്നെ അവർ ചോദിച്ചു പുറകെ വരും. നിന്നെ അസ്വസ്ഥനാക്കും. അല്ലെങ്കിൽ നിന്നെ അലങ്കോലപ്പെടുത്തും. ഒരുപക്ഷെ സ്നേഹം വരെ മുറിഞ്ഞു പോകാൻ അത് മതി. എന്നാൽ നല്ല ഇടയനായ കർത്താവ് നിന്നെ സഹായിച്ചാൽ, നിന്നെ സംരക്ഷിച്ചാൽ അതൊരിക്കലും മടക്കി ചോദിക്കത്തില്ല. അതെന്നേക്കുമായിട്ട് നിനക്ക് തരുന്നതാ രക്തജയം. അതുകൊണ്ട് ഇന്ന് പകൽ മനസ്സുകൊണ്ട് നീറ്റൽ അനുഭവിക്കുന്നവർ, ഹൃദയവേദനയിലൂടെ കടന്നു പോകുന്നവർ, സങ്കടപ്പെടുന്നവർ ഇന്ന് പകൽ യേശുവിന്റെ അരികിലേക്ക് കടന്നു പോവാം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തുന്നവനായ ഒരു നല്ല ദൈവം നിനക്കുണ്ട് ശ്രോതാവേ. നീ വിശ്വസിക്ക്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ആ ശോചനീയമായ അവസ്ഥ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച കഥ നമുക്കറിയത്തില്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴിൽ ശൂന്യമായിരുന്നു, ഭൂരഹിതമായിരുന്നു. ഹല്ലേലൂയ. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അപ്പം പാഴിൽ ശൂന്യമായിരുന്ന ഈ ഭൂമി, ഹല്ലേലൂയ, ഒന്നുമില്ലാതെ കിടന്നപ്പോൾ, ഒരു പച്ചപ്പുല്ലിന്റെ തരി പോലും കാണാതെ കിടന്നപ്പോൾ, വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടന്നപ്പോൾ, ഹല്ലേലൂയ, ഇരുള് വ്യാപിച്ചു കിടന്നപ്പോൾ, ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ ദൈവം ഭൂമിയെ കരുതിയിരുന്നു. എന്നാൽ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-3 വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഹല്ലേലൂയ. സൃഷ്ടാവ് പറയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭൂമി മുഴുവൻ പ്രകാശിക്കത്തക്ക നിലയിൽ വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. അത് ഞാനിത് പറഞ്ഞതിന്റെ കാരണം, നിങ്ങളുടെ ജീവിതം പാഴ്ശൂന്യമായി കിടക്കുകയാണോ? ഒരു നന്മ പോലും നിന്റെ കുടുംബത്തിനില്ലാതെ, ഒരു അനുഗ്രഹം പോലും നിന്റെ കുടുംബത്തിനകത്തില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ ആണോ സഹോദരൻ നീ കടന്നു പോകുന്നത്? ജീവിതത്തിൽ അനവധി ആവശ്യങ്ങളെ നീ ദൈവമുമ്പിൽ നിരത്തി വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ രക്തം ചെയ്യാം മറുപടി ഒന്നുമില്ലാതെ നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ മാതാവേ? ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ഈ പാഴിൽ ശൂന്യമായി കിടന്ന ഈ ഭൂമി, ഭൂരഹിതമായി കിടന്നിരുന്ന ഭൂമിയെ പ്രയോജനമുള്ളതാക്കി മാറ്റി, ഇരുള് മാറ്റി വെളിച്ചത്തെ പകർന്നു തന്ന് ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വേണ്ടുന്ന സകല സസ്യാദികളെ മുളപ്പിച്ച് പ്രകൃതിയെ നല്ല അനുഗ്രഹമാക്കി, പ്രകൃതി രമണീയമായ നല്ല അനുഭവത്തിൽ ഹല്ലേലൂയ ഈ പ്രകൃതിയെ നിലനിർത്തിയാൻ ഭൂമിയെ സൃഷ്ടിച്ചവൻ സകലത്തിനും വേണ്ടുന്ന ആഹാരത്തെ സകലതും ഈ ഭൂമി ഉണ്ടാക്കിയ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ നല്ലൊരു നടത്തുവാൻ ശക്തനാണ്. ഞാൻ നിനക്ക് നല്ല ഇടയനായി, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ ഭവനത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ ഞാൻ ശക്തനാണെന്ന് യേശു പറയുക. അതേ മാതാവേ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റാൻ യേശു മതി. ഹല്ലേലൂയ. അവൻ നിന്റെ കുടുംബത്തിൽ വെളിച്ചം വീശിയാൽ വെളിച്ചം നിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യമായി മാറും. യേശു നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചമായി വരുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഇരുൾ മാറിപ്പോകും. അതാ പഴശൂന്യമായി കിടന്ന ഭൂമിയെ, ഇരുളുകൊണ്ട് മൂടിക്കിടന്ന ഭൂമിയെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം അവിടെ ഉണ്ടായെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽ ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തുന്നവനായി നല്ല ഇടയനായി ക്രിസ്തുവിന്റെ വെളിച്ചം നിന്റെ കുടുംബത്തിനകത്ത് വന്നാൽ നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറും.
അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറും, നിന്റെ തലമുറയുടെ ശൂന്യത മാറും, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും, കടബാധ്യത നിന്നെ ദൈവം വിടിവിക്കും. ആമേൻ. പാരമ്പര്യമായി കിടക്കുന്ന ശാപങ്ങൾ ദൈവം നിന്നെ വിടിവിക്കും. ആമേൻ. പാരമ്പര്യമായ രോഗത്തിൽ ദൈവം നിന്നെ വിടിവിക്കും. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണോ? ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആ കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട്, ഹല്ലേലൂയ, കർത്താവേ, നല്ല ഇടയനായ ക്രിസ്തുവേ, അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണമേ. നിങ്ങൾ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സാഹചര്യത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് യോസേപ്പിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, യോസേപ്പിനെ നടത്തുവാൻ, ആമേൻ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തുവാൻ, ദൈവസഭയെ നടത്തുവാൻ, ദൈവത്തിന്റെ സഭയായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനവധി പിതാക്കന്മാർ അത് അനുഭവിച്ചു കഴിഞ്ഞു. ആദിമ സഭയിൽ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോസ്തലന്മാർ അത് അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നും അനവധി ദൈവമക്കൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവതാരങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ, മുമ്പ് ഒരുപാട് അവതാരങ്ങളുണ്ടായിരുന്ന അവതാരങ്ങളെയൊക്കെ ഇവർ മാറ്റിക്കളഞ്ഞിട്ട് നല്ല ഇടയനായ ക്രിസ്തുവിനെ അവർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. രക്തം ചെയ്യും. അന്ന് തൊട്ട് ഇന്ന് വരെ നിന്റെ അല്ലലുകളെല്ലാം അറിഞ്ഞ്, നിന്റെ കുടുംബ സാഹചര്യം അറിഞ്ഞ്, നിന്നെ തീറ്റി പോറ്റി നിന്നെ വഴി നടത്തുന്നവനായ യേശു. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ വേദനകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന കടബാധ്യത നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. പ്രഭാതത്തിൽ ബാങ്കുകാരെ നിന്റെ വീട്ടിനകത്ത് വരും ജപ്തി ചെയ്യുവാൻ. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നീ എടുത്ത പണം തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ബാങ്കിൽ പലിശ പെരുകി, അല്ലെങ്കിൽ നിന്റെ വീട് ജപ്തി ചെയ്യുവാൻ, അല്ലെങ്കിൽ ബാങ്കുകാർ രാവിലെ വരും, അല്ലെങ്കിൽ എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് നല്ല ഇടയനായി ക്രിസ്തുവിനൊന്ന് സ്വീകരിച്ചിട്ട് നീ യേശുവിനോടൊന്ന് പറയാമോ, കർത്താവേ, തലചായിപ്പാൻ മറ്റൊരിടമില്ല, ഇറങ്ങിപ്പോകാൻ മറ്റൊരിടമില്ല, ആരും ഒന്ന് കയറ്റിക്കിടത്തത്തിൽ ആരും ഒന്ന് സഹായിപ്പാനില്ല, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോകും, ഞാനും എൻ്റെ ഭർത്താവും എങ്ങോട്ട് പോകും, എൻ്റെ പ്രായമായ മാതാപിതാക്കൾ, എൻ്റെ രോഗിയായ ഭർത്താവ്, എൻ്റെ രോഗിയായ ഭാര്യ, എൻ്റെ വലിയ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എന്ന് നീ ഓർത്ത് നീ വിലപിക്കാതെ നീ യേശുവിനോട് പറ, കർത്താവേ, അങ്ങ് നല്ല ഇടയനായ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം നൽകണമെന്ന് നീ യേശുവിനോട് പറയുമ്പോൾ രക്തം ചെയ്യും. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. രക്തം ചെയ്യും. നിന്നെ കൈവിട്ട് കളയത്തില്ല. ആരെല്ലാം യേശുവിന്റെ അരികിൽ വന്നിട്ടുണ്ടോ അവരെ ഒന്നും കൈവിട്ട് കളയാതെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ച് സൗഖ്യമാക്കിയവനാണ് നമ്മുടെ യേശു കർത്താവ്. അല്ലേലി, നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കണം കേട്ടോ. സുവിശേഷങ്ങളൊക്കെ ഒന്ന് വായിക്കണം. അല്ലേലിയ, യോഹന്നാന്റെ സുവിശേഷമൊക്കെ ഒന്ന് പ്രത്യേകമായി ആവർത്തിച്ചൊന്ന് വായിക്കണം. യേശു ക്രിസ്തുവിന്റെ അരികിൽ വന്നവരെ ആരെയും ഉപേക്ഷിക്കാതെ കൈവിട്ട് കളയാതെ അവരുടെ എല്ലാം ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഞാനത് വിശ്വസിക്കുക കേട്ടോ. എന്നാ പറയോ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും എന്നോട് കൂടെ ഇരുന്ന് എന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്. എൻ്റെ സങ്കടങ്ങൾ കണ്ടവനുണ്ട്, എൻ്റെ കണ്ണുനീര് കണ്ടവനുണ്ട്, എൻ്റെ വേദന അറിഞ്ഞവനുണ്ട്, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയവനുണ്ട്. അതെല്ലാം മനസ്സിലാക്കേണ്ട എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ ആമി നല്ല ഇടനായി വസിച്ചുകൊണ്ട് അല്ലേരി എന്നെ ഓരോ ദിവസവും വഴി നടത്തുക. വഴി ഇതിലെയാണ് മകനെ എന്ന് പറഞ്ഞ് എന്റെ വലം കൈ പിടിച്ചിരിക്കുന്ന യേശുകൊണ്ട് നല്ല ഇടയനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ കുരുങ്ങിപ്പോകുകയില്ല, അല്ലേരി തളർന്നു പോകുകയില്ല. അതെന്തിങ്ങളെ യേശു പണിതെടുപ്പാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അല്ലേരിയ, ഈ നല്ല ഇടയനായി കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവർക്ക് ഇടയൻ കരുതി വെച്ചിരിക്കുന്നതെല്ലാം നൽകുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നല്ല ഇടയനായി നല്ല ഇടയനായ കർത്താവിനെ ഹൃദയം കൊണ്ട് നാം സ്വീകരിക്കുമ്പോൾ കർത്താവ് നല്ല ഇടയൻ നമുക്ക് വേണ്ടി കരുതി വെച്ചതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് നൽകാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണവും അനുഗ്രഹവും അതിപ്രാധാന്യമുള്ളതാണ്. രക്തം ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ട് ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ആ മുഖത്തിന്റെ ആ ദുഃഖം, ആ മുഖത്തെ ആ വാടിയ അനുഭവങ്ങളൊക്കെ മാറ്റിയിട്ട്, ആ നിരാശയുടെ ഒക്കെ അനുഭവങ്ങളൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്നോടൊപ്പം ചേർന്നൊന്ന് പറയാമോ, എനിക്ക് നല്ല ഇടയനായ ക്രിസ്തു ഉള്ളത് കൊണ്ട്
എന്നെ സംരക്ഷിക്കുവാനും എന്നെ അനുഗ്രഹിപ്പാനും ഒക്കെ യേശു എനിക്ക് മതി. ഇനി എനിക്ക് ഈ ലോകത്തിൽ മറ്റാരും വേണ്ട. എനിക്ക് യേശു മതി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ലെന്ന് പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. മാറാ രോഗിയായി നീ കിടക്കുകയല്ലേ? എത്ര കാലമായി എത്രയോ ഡോക്ടർമാരെ കണ്ടു, എത്രയോ വൈദ്യന്മാരെ കണ്ടു. ആരെല്ലാം പറഞ്ഞ വഴിയിലൂടെ നീ പോയി, എവിടെല്ലാം നീ ചെന്ന് കയറി, ഏതെല്ലാം പള്ളികളിൽ, ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നീ കയറിയിറങ്ങി, ഏതെല്ലാം മലകൾ കയറിയിറങ്ങി, എവിടെയെല്ലാം നേർച്ച കാഴ്ചകൾ നടത്തി നാളെ നീ എവിടെയൊക്കെ കൊടുക്കണമെന്ന് ആലോചിച്ച് മനക്കോട്ട കെട്ടി ഇരിക്കുകയല്ലേ? മുമ്പ് പോയിടത്തെങ്ങും നിനക്കൊരു സൗഖ്യം കിട്ടിയിട്ടില്ല. അവിടെയെല്ലാം നിരാശയും കണ്ണുനീരുമാ. ഹല്ലേലൂയ. എന്നാൽ ഇത് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ശക്തമായ ദൂത്, നീ സകലയിടത്തും പോയി നിരാശപ്പെട്ട് ദുഃഖിതനായി ആമേൻ വീണ്ടും എന്താ വഴിയെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ യേശു പറയുക, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറക്ക്, ഞാൻ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് വരട്ടെ, നിന്റെ കുടുംബത്തിലേക്കൊന്ന് വരട്ടെ. നീ അനുഭവിക്കുന്ന മാരകമായ പ്രതിസന്ധി രോഗവ്യാധി നിന്നെ പുറത്തെടുക്കുമെന്ന് യേശു സൗഖ്യം തരുന്നവനാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ മാറാ രോഗത്തിന് സൗഖ്യം തരുന്നതാണ് യേശു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം തരും. ഹല്ലേലൂയ. അതെ, കഷ്ടമനുഭവിച്ചുകൊണ്ട് ചില രോഗങ്ങൾ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചില രോഗത്തിൽ നിനക്ക് വിടുതലില്ലാതെ, നിനക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ, സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ, 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ നീ കഷ്ടമനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് കൊടുത്താൽ, രക്തസ്രാവക്കാരി സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ അവളുടെ രക്തസ്രാവം നിന്ന് ബാധയൊഴിഞ്ഞ് അവൾ സ്വസ്ഥമായി മാറിയതുപോലെ ഇന്ന് പകൽ നീ യേശുവിന് വേണ്ടി നീ ഒന്ന് ജീവിതത്തെ കൊടുക്കാമെങ്കിൽ, അവനെ ഒന്ന് തൊടുവാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ നിന്നെ ഒന്ന് തൊടും. ഹല്ലേലൂയ. രക്തം ചെയ്യും. നീ യേശുവിനെ ഒന്ന് തൊടാൻ ഒരുങ്ങിയാൽ യേശു നിന്നെ ഒന്ന് തൊടും. ഹല്ലേലൂയ. യേശു നിന്നെ ഒന്ന് തൊട്ടാൽ നിന്റെ ബാധ ഒഴിഞ്ഞു മാറും. രക്തം ചെയ്യും. അതെ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മനുഷ്യരാരും തരുന്ന സ്നേഹമല്ല യേശുവിന്റെ സ്നേഹം കേട്ടോ. ഈ യേശു സ്നേഹിക്കുന്നത് പോലെ ആർക്കും നമ്മെ സ്നേഹിക്കാനും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കത്തില്ല, നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കത്തില്ല, നിന്റെ മക്കൾ നിന്നെ സ്നേഹിക്കത്തില്ല, നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കത്തില്ല, നിന്റെ അയൽക്കാർ നിന്നെ സ്നേഹിക്കത്തില്ല, നിന്റെ ബന്ധുക്കൾ നിന്നെ സ്നേഹിക്കത്തില്ല, സഹോദര സഹചാരികൾ സമൂഹം ഒന്നും നിന്നെ സ്നേഹിക്കത്തില്ല. അതിനെല്ലാം പരിധികളുണ്ട്, നിയന്ത്രണമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ സ്നേഹത്തിന് പരിധികളും നിയന്ത്രണമില്ല. ഹല്ലേലൂയ. അത് നിന്റെ മരണം വരെയും ആ സ്നേഹം ഈ ഭൂമി തുടർന്നുകൊണ്ടിരിക്കും. മരണാനന്തരം നീ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവത്തിന്റെ വൈദ്യനായി, ഹല്ലേലൂയ, നിന്നെ നടത്തുന്ന നല്ല ഇടയന്റെ കരങ്ങീഴിലാണെങ്കിൽ നിന്റെ മരണാനന്തര ജീവിതത്തിലും യേശു നിനക്ക് നല്ല ഇടയനായി ഉണ്ടാകും. ഹല്ലേലൂയ. അവിടെ കർത്താവ് സ്വർഗത്തിലും നല്ല ഇടയനായി നിനക്ക് വേണ്ടി ഉണ്ടെന്ന. ഹല്ലേലൂയ. അപ്പൊ ജീവിതം നീ തകർത്ത് കളയരുത്, ജീവിതം നീ ഉടച്ചു കളയരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ഹല്ലേലൂയ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കണം കേട്ടോ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വായിക്കണം. പല പ്രാവശ്യം വായിച്ച് യേശുവിന്റെ സ്നേഹം നിങ്ങൾ ഹൃദയത്തിൽ അങ്ങ് അനുഭവിക്കണം. യേശു പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. കള്ളനെന്തിനാ വരുന്നത്? മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനുമാ. പിശാചെന്തിനാ നിന്റെ കുടുംബത്തിലേക്ക് വരുന്നത്? പിശാചെന്തിനാ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്? പിശാചെന്ത് കൊണ്ട് അതിന്റെ കുടുംബത്തിലേക്ക് വരുന്നത്? മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനുമാണ് അവൻ നിന്റെ കുടുംബത്തിലേക്ക് വരുന്നത്. നിന്റെ കുടുംബത്തെ തകർക്കും, നിന്റെ ഭാര്യയെ തകർക്കും, നിന്റെ തലമുറയെ തകർക്കും, നിന്റെ ഭർത്താവിനെ തകർക്കും, നിന്റെ കുടുംബത്തിന്റെ നന്മയെ തകർക്കും പിശാച്, സാത്താൻ. ഹല്ലേലൂയ. അവൻ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ നീ അറിയത്തില്ല. നിന്റെ കൂട്ടുകെട്ടുകൾ, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന മേഖല നിനക്കറിയത്തില്ല. നീ ചതിവിൽ അകപ്പെടും. അതുകൊണ്ടാണ് മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്നാൽ നമ്മുടെ യേശു പറയുക, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജീവൻ ഉണ്ടാകുവാൻ അവർക്ക്, നിങ്ങൾക്ക് വിശ്വസിക്കുന്ന നിങ്ങൾക്ക്
ജീവനുണ്ടാകുവാനും സാമർത്ഥ്യമായിട്ട് ഹല്ലേലൂയ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവജനത്തിന് ജീവൻ ഉണ്ടാകുവാനും സാമർത്ഥ്യമായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് യേശു പറയാ. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്ക. നിന്റെ മക്കളെയും ഭർത്താവിനെ, നിന്റെ മാതാപിതാക്കളെ നിന്റെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ആമേൻ. ദൈവസഭയിൽ കടന്നുപോയി ദൈവദാസന്മാരുടെ അരികിലിരുന്ന് വചനം കേൾക്ക്. ആമേൻ. ദൈവത്തെ പാടി സ്തുതിക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ സകല കഷ്ടതകളും മാറും, നിന്റെ സകല സങ്കടങ്ങളും മാറും. ഹല്ലേലൂയ. നിനക്കൊരു ആശ്വാസദായകനായ ക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടാകും. രക്തം ചെയ്യും. അപ്പൊ യേശു എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ആവശ്യപ്പെടാൻ ഞാൻ നല്ല ഇടയനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു പറഞ്ഞ് ഞാൻ മുമ്പ് പറഞ്ഞു. ഈ ലോകത്തിൽ ആമേ നല്ല ഇടയനായ ക്രിസ്തു ആമേ മാത്രമേ ലോകത്തിൽ ജനത്തിന് വേണ്ടി, സകല ജനത്തിന് വേണ്ടി ജീവനെ കൊടുത്തുള്ളൂ, ക്രൂശി യാഗമായി തീർന്നിട്ടുള്ളൂ. ആമേൻ. ഇവിടെ ഒരു അവതാരങ്ങളും നിന്നെ രക്ഷിക്കത്തില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ആവർത്തിച്ച് വായിക്കണമെന്ന് പറഞ്ഞത്. 10-ാം അധ്യായം അത് പ്രാധാന്യമാണ്, എല്ലാ അധ്യായം പ്രാധാന്യമാണ്. പക്ഷെ നിങ്ങൾ ദൈവവചനത്തോട് അടുത്ത് വരണം. എന്നെ കേൾക്കണം മാതാപിതാവ്, നീ ലോകത്തോട് അടുത്തിരിക്കാതെ, ലോകത്തിന്റെ വെറിക്കൂത്തിനോട് അടുത്തിരിക്കാതെ, ലോകത്തിന്റെ ചെളിക്കുണ്ടിനകത്ത് നീ വീണ് അമ്മ വഴുതി പോകാതെ യേശുവിനോട് നീ അടുത്തിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മറ്റുള്ളവരുടെ കുറ്റം പറയാതെ, കുറവുകൾ പറയാതെ, അവന്റെ കുറവുകൾ കണ്ടുപിടിച്ച് അയൽവാസികളുടെ വീട് മുഴുവൻ നടന്ന്, അയൽവക്കം തോറും നടന്ന്, മിനക്കെട്ട് നടന്ന്, അത് പറഞ്ഞ് നിന്റെ ജീവിതം തകർത്ത് കളയാതെ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി, നീ ദൈവത്തെങ്കിലേക്ക് അടുത്തു വാ. എന്നെ കേൾക്കുന്ന സഹോദരൻ, അതിരാവിലെ ഭവനത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് പട്ടണത്തിൽ ചെന്ന്, തെരുക്കോണുകളിൽ ചെന്ന്, അവിടെ ഇവിടെ മൂലയ്ക്ക് മാറിയിരുന്ന് പരദോഷം പറയാതെ, ഹല്ലേലൂയ, മറ്റുള്ളവന്റെ കുറവ് കണ്ടുപിടിച്ച് ജീവിതത്തിന്റെ മാലിന്യങ്ങളിലേക്ക് പോകാതെ, നീ ദൈവവചനത്തോട് ചേർന്നിരുന്ന് നല്ല ഇടയനായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ ഷേഡില്ലാമെ സ്വീകരിച്ചുകൊണ്ട് നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിന്റെ സകല വിഷയങ്ങൾക്കകത്തും ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. രക്തം ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര കാലമായി നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരുന്നിട്ട്, എത്ര കാലമായി നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട്, ഹല്ലേലൂയ, ആമ എത്ര നാളുകളായി നന്നായി സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങിയിട്ട്, ഹല്ലേലൂയ, ആമ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനൊന്നും കഴിയാതെ എന്നും നിന്റെ കുടുംബത്തിനകത്ത് ബഹളമല്ലേ, ചിന്ന ഭിന്നമായി കിടക്കുകയല്ലേ? ആമെ മദ്യവെച്ച് വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരുന്നുണ്ടോ? ഹല്ലേലൂയ. മദ്യവെച്ച് സുബോധം നഷ്ടപ്പെട്ടു വരുന്ന നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് സമാധാനം തരുന്നുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്റെ കുടുംബത്തിൽ സമാധാനം തരുന്ന നിന്റെ മക്കൾ സമാധാനം തരുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാര സമാധാനത്തോടെ അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിരുന്നു കഴിച്ചിട്ട് എത്ര നാളുകളായി? ഹല്ലേലൂയ. എന്നും സങ്കടമല്ലേ, എന്നും വേദനയല്ലേ? ഹല്ലേലൂയ. അതിൽ നിനക്കൊരു മോചനം ആവശ്യമാണ്. ഹല്ലേലൂയ. നിനക്കതിൽ നിന്നൊരു മോചനം ആവശ്യം, നിനക്കൊരു വിടുതൽ ആവശ്യമാണ്. അത് ലോകമാരും തരത്തിൽ യേശുവിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. അത് യേശുവിന് മാത്രമേ നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഈ ലോകത്തിൽ ആരെല്ലാം എതിരെ പറഞ്ഞാലും, ആരെല്ലാം എതിരെ നിന്നാലും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിന്റെ കുടുംബത്തെ യഥാർത്ഥമായി പണിതെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേ? വേറെ ആർക്കും പണിയത്തില്ല. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ കുടുംബത്തിൽ സമാധാനം തരുവാൻ, നിനക്ക് സന്തോഷം തരുവാൻ, അല്ലേ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് മാത്രമേ ആ സമാധാനം തരാൻ കഴിയത്തുള്ളൂ. നിന്റെ കുടുംബത്തിനകത്ത് സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് പ്രഭാത പ്രാർത്ഥനയുണ്ടോ? നിനക്ക് പേഴ്സണലായിട്ട് പ്രാർത്ഥനയുണ്ടോ? ദൈവത്തിനും വായിക്കുന്ന അനുഭവമുണ്ടോ? അല്ലേ? കൂട്ടായ്മയായിട്ട് നിനക്ക് ബന്ധമുണ്ടോ? ഒന്നുമില്ലാതെ നിന്റെ ഭവനം മല്ലി ശൂന്യമായി കിടക്കുകയല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എത്രയോ പ്രാവശ്യം നിന്റെ കാതുകളിലെത്തി. നല്ല ഇടയനായ ക്രിസ്തുവിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം നിന്റെ ഭവനത്തിൽ പറഞ്ഞു തരാൻ വേണ്ടി ദൈവം തന്റെ ദാസന്മാരെ അയച്ചു. നീ കടന്നുപോയ വഴികളിലും തെരുക്കോണികളിൽ കൂടെ നല്ല ഇടയനായ ക്രിസ്തുവിനെ കുറിച്ച് നിന്റെ കാതുകളിൽ ഉച്ചത്തിൽ നീ കേട്ടിട്ടേ. ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുവാനും കരുതുവാനും യേശുവിനെ മാത്രമേ കഴിയുള്ളൂ. എത്രയോ പ്രാവശ്യം നീ കേട്ട്, എന്നിട്ടും നീ അത് സമ്മതിക്കാതെ ഇന്ന് നീ അവതാരങ്ങളുടെ പിന്നാലെയാണോ? നിന്റെ കുടുംബം തകരും കേട്ടോ. ഹല്ലേലൂയ. യേശുവിലേക്ക് വാ.
യേശു നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നവൻ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തുന്നവൻ, ഹല്ലേലൂയ. ഇസ്രായേലത്തെ നടത്തുന്നവൻ, ദൈവമക്കളെ നടത്തും, ദൈവസഭയെ നടത്തുന്നവൻ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെയും സംരക്ഷിപ്പാൻ അവൻ വിശ്വസ്തനാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കും, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നേ, നിങ്ങൾ എങ്ങനെ നടക്കുന്നത്, നിങ്ങൾക്കാരെ പൈസ തരുന്നത്, നിങ്ങൾ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ, നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുകയാണല്ലോ, നിങ്ങൾക്ക് വല്ല പണിയൊക്കെ എടുത്തുകൂടാ എന്നൊക്കെ പലരും കളിയാക്കി ചോദിക്കുന്നത് അന്നും ഇന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ നടുവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നല്ല ഇടയനായ ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നല്ല ഇടയനായ ക്രിസ്തുവിന്റെ കരത്തിന് കീഴിൽ ഞങ്ങളെ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ, സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾക്കൊന്നിനും മുട്ടുവരാതെ ഞങ്ങളെ ദൈവം നടത്തുകയാണ്. അതാ 23-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ വായിച്ചത്, യഹോവയുടെ ഇടയനാതിരിക്കും മുട്ടുണ്ടാകില്ലെന്ന്. അത് യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ നിനക്കൊന്നിനും മുട്ടില്ലാതെ നടത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് പറഞ്ഞു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവൻ, അവൻ തന്റെ ആത്മാവിന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ, സ്തോത്ര. ശ്രേഷ്ഠ ഇടയൻ. ഹല്ലേലൂയ. അതെ, ദൈവം ആത്മാക്കളുടെ ഇടയവനാണ്. ശ്രേഷ്ഠ ഹല്ലേലൂയ, അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുന്നു ശ്രേഷ്ഠനായ ഇടയൻ. ഹല്ലേലൂയ. ഇവിടെ ആടൊരു ബലഹീന മൃഗമാണ്. ഹല്ലേലൂയ. തന്നെ കാത്തുകൊള്ളുവാനായി ആടുകൾക്ക് മതിയായ ബലമില്ല, സുരക്ഷിതത്വ ഉപകരണങ്ങളൊന്നുമില്ല. കാളയ്ക്ക് ശത്രുക്കളെ മുട്ടി വീഴ്ത്തുവാനായിട്ട് ശക്തമായ കൊമ്പുകളുണ്ട്, ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്, സിംഹം, പുലി, കരടി എന്നിവയ്ക്ക് ശക്തമായ ബലമുണ്ട്, പാമ്പിന് വിഷപ്പല്ലുകളുണ്ട്, തേളിന് വിഷമുള്ള വാലുണ്ട്. എന്നാൽ ആടുകൾക്ക് തന്നെ കാത്തു സൂക്ഷിക്കുവാൻ യാതൊന്നുമില്ല. ആടുകൾ അത്ര ബലഹീനമായ മൃഗമാണ്. അപ്പൊ ആടുകൾ അത്ര ബലഹീനമായ മൃഗമാണെങ്കിലും തന്നെ കാത്തു സൂക്ഷിക്കുവാൻ ആടുകൾക്ക് കഴിയില്ലെങ്കിലും, നല്ല ഇടയനായ യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ നല്ല ഇടയനായി നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരു ശത്രുവിനെ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. യേശു നല്ല ഇടയനായി നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് നേരെ കടന്നു വരുന്ന സകല പ്രശ്നങ്ങളിൽ യേശു നേരിട്ടുള്ളൂ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെ നേരിടുവാൻ, നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് നല്ല ഇടയനായ യേശുവിന് വേണ്ടി ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാമോ? രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ആടുകൾ ബലഹീനമായ മൃഗമാണെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹല്ലേലൂയ നമ്മുടെ യേശുവിന്. എന്ന് പറഞ്ഞ ദൈവസഭ ഒരു ആട്ടിൻകൂട്ടമാണ്. ആട്ടിൻകൂട്ടമായിരിക്കുന്ന ദൈവസഭ ബലഹീനമാണെന്ന് ലോകത്തിന് തോന്നിയാലും, ലോകക്കാർക്ക് തോന്നിയാലും, അധികാരികൾക്ക് തോന്നിയാലും, ഹല്ലേലൂയ ഇവിടുത്തെ വില്ലാളി വീരന്മാർക്ക്, വീരശൂര പരാക്രമികൾക്ക് അങ്ങനെയൊക്കെ തോന്നിയാലും, സുവിശേഷ വിരോധികൾക്ക് തോന്നിയാലും, തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും അങ്ങനെയൊക്കെ തോന്നിയാലും, ദൈവസഭ, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാകുന്ന സഭ ബലഹീനമാണ്. അവരെ എന്തും ചെയ്യാം, അവരെ എങ്ങനെ ഉപദ്രവിക്കാം, എങ്ങനെ അവരെ വകവരുത്താം എന്നൊക്കെ നോക്കി ഇറങ്ങുന്നവരോട് പറയട്ടെ, ആടുകൾ ദൈവത്തിന്റെ സഭ ആട്ടിൻകൂട്ടം ബലഹീനമാണെങ്കിലും അവരെ കാത്തു സൂക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവസഭയെ, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ തൊട്ടവനാരും പിന്നീട് സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. ഹല്ലേലൂയ. രാജ്യ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. ആ വ്യക്തികൾ സമാധാനത്തോടെ ജീവിച്ചാൽ കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആട് ബലഹീന ജീവിയാണെങ്കിലും അതിനെ സംരക്ഷിക്കുന്ന നല്ല ഇടയനുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പലരുടെയും ഉപദ്രവങ്ങളും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും മാനാപമാനങ്ങളും ഒക്കെ ഏറ്റു നീ ഭാരപ്പെട്ട് സങ്കടപ്പെടുകയാണോ? ഇന്നുമൊക്കെ നല്ല ഇടയനായ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. രക്തം ചെയ്യും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയും, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് നല്ല ഇടയനായി നമ്മെ അന്വേഷിച്ചു വന്നു. ഇടയൻ കാണാതെ പോയി ആടിനെ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്തു വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയി എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പീനെന്ന് ലൂക്കോസ് സുവിശേഷം 15:6 വായിക്കുന്നുണ്ട്.
അതെ 100 അങ്ങ് കാണാതെ പോയി. അല്ലുടിയ ലൂക്കോസ് 15 വായിച്ചാൽ 1 മുതൽ വായിച്ചാൽ അല്ലുടിയ 100 ആടിലൊന്ന് കാണാതെ പോയി. 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് എന്ന് കണ്ടുമുട്ടി. അല്ലുടിയ കണ്ടുകിട്ടി അതിനെ തോളിലേറ്റി ചുമലിലേറ്റിക്കൊണ്ട് മടങ്ങി വന്ന് അല്ലുടിയ കാണാതെ പോയതിനെ കണ്ടതിന്റെ സന്തോഷം കൊണ്ട് കൂട്ടുകാരെ എല്ലാം വിളിച്ച് സന്തോഷിക്കുന്ന നല്ല ഇടയൻ. അത് നീ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവസനെ കാണാതെ പോയവരാ, നീ ദൈവസനെ നഷ്ടപ്പെട്ടു പോയവനാ. നിന്നെ തേടി പിടിച്ച് നിന്നെ അന്വേഷിച്ച് ചുമലേറ്റിക്കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് വരെ അനുഭവിച്ചില്ലാത്ത സന്തോഷം തരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. രക്തം ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അപ്പൊ കർത്താവ് ഉപയോഗിക്കുന്ന ആടായിരിക്കാൻ നിങ്ങൾക്ക് ഇഹപരമായ ഭാഗ്യമേറിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് തരും. കർത്താവ് നിങ്ങൾക്ക് മതിയായ ഇടയനായിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മതിയായ അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് ദൈവ ഇഹപരമായ അനുഗ്രഹങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ യഹോവ നിങ്ങൾക്ക് തരും. യഹോവ എന്റെ ഇടയനായിരിക്കുന്നെന്ന് ദാവീദ് പറഞ്ഞതുപോലെ വിശ്വാസത്തിന് പറയണം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നല്ല ഇടയനായ ക്രിസ്തുവിനെ നീ അനുഗമിക്കുമ്പോൾ, യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. എന്നെ പിന്തുടരും. ദാവീദ് 23-6 വാക്യം പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അന്ത്യം വരെ ഇടയന്റെ പ്രിയപ്പെട്ട മക്കളായി നിങ്ങൾ കാണണം. ജീവിതത്തിന്റെ അന്ത്യം വരെ, മരണം വരെ, അഥവാ കർത്താവിന്റെ വരവ് വരെ നല്ല ഇടയനായ ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായി മക്കളായി നിങ്ങൾ ഈ ഭൂമി ജീവിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളോട് പ്രേരണ, നിങ്ങളോട് ആലോചന അറിയിക്കുക. ഇന്ന് പകൽ നിങ്ങൾ ആരെങ്കിലും കർത്താവിനെ വിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവമായി ബന്ധമില്ലെങ്കിൽ, യേശുവിന് വേണ്ടി നിർത്തിച്ചു കൊടുക്കാമോ? കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കാമോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു എന്ന്. അല്ലേലിയ. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. അല്ലേലിയ. 15-ാം വാക്യം, ഞാൻ എനിക്കുള്ള അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. അതെ, ഇതുപോലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വലിയ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. 80-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇതാണ് വായിച്ചത്. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. അതെ, ഇന്ന് പകൽ ഒരു നിലവിളി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിന്റെ കുടുംബത്തിന്റെ സമാധാനം നിറയട്ടെ, നിന്റെ മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറട്ടെ, നിന്റെ ഭാര്യയുടെ മദ്യപാനം മാറട്ടെ, നിന്റെ കുടുംബത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് മാനസാന്തരപ്പെടട്ടെ, നിന്റെ കുടുംബത്തിൽ ക്രിമിനൽ പശ്ചാത്തലം അകപ്പെട്ടവരും വിടിവിക്കപ്പെടട്ടെ, തടവറയിൽ കിടക്കുന്നവർക്ക് മോചനം ഉണ്ടാകട്ടെ, കടബാധ കടന്നു വിടിവിക്കട്ടെ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഭാരപ്പെടുന്നവർ വിടിവിക്കപ്പെടുവാൻ, രോഗിയായി കിടക്കുന്ന സൗഖ്യം നേടുവാൻ, മാനസികമായി തകർന്ന നിന്നെ ദൈവം വിടിവിക്കുക ശക്തരാണ്. യേശുവിനോട് പറയാമോ? എന്നോട് കുറിച്ചാൽ കർത്താവേ, നല്ല ഇടയനായ അങ്ങനെ ജീവിതത്തിലേക്ക് വരണമേ. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്താങ്ങ. അങ്ങേക്ക് മാത്രമേ എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി അവതാരങ്ങളെ പിന്നാലെ പോകാതെ അങ്ങേ നല്ല ഇടയനായി സ്വീകരിച്ചൊരു മരണം വരെ, അഥവാ കർത്താവിന്റെ വരവ് വരെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ ജനത്തെ, കേരളത്തിലെ ലോക രാജ്യങ്ങളുടെ സകല ജനത്തെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിയുടെ ഇല്ലാത്ത ആളുകളെ പോലെ ചിരിയൊരു കുഴിഞ്ഞിനുമായി കിടക്കുന്ന ജനത്തെ അവിടുന്ന് താൻ ചേർത്ത് പിടിച്ച് നല്ല ഇടനായി ക്രിസ്തു ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തുവാൻ ശക്തനായി ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവിക സേനാധികാരികൾ, അതിർത്തികൾ കാവൽ ചെയ്യുന്ന BSF, CRPF, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന
സേവിക്കുന്നവർ, ക്രമസമാധാന പാലകർ, നല്ലൊരു രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ ആർമി മേഖലകളിൽ രാപകലില്ലാതെ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ജുഡീഷ്യൽ എല്ലാ മേഖലയിൽ ആയിരിക്കുന്നവരെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കടലോരവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമുദ്രത്തിൽ ജീവിക്കുന്നവരെ, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവരെ, കർത്താവ് ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും ആയിരിക്കുന്നവരെ, വ്യാപാരികളെ, വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനോടിക്ക് യാത്ര ചെയ്യുന്നവർ, ധനനാമെ സഞ്ചരിക്കുന്നവർ, നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, അല്ലേലൂയ, കൺസ്ട്രക്ഷൻ മേഖലയിൽ, യൂണിയൻ മേഖലയിൽ ജോലി എടുക്കുന്നവർക്കായി, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലയിൽ കർത്താവ്, സാമൂഹ്യ സാംസ്കാരിക സംഘടനാ രംഗത്ത്, ചരിത്രമാധ്യ മീഡിയകൾ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, അല്ലേലൂയ, പൊതുമേഖലയിലും, നല്ലൊരു സ്തോത്രം, ബാങ്കിങ് മേഖലയിലും കർത്താവ് ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും ജോലിക്കായി കടന്നുപോയിരിക്കുക, അന്യസ്ഥാനങ്ങൾ പഠിക്കുന്നവർ, അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കഷ്ടതയിലൂടെ കടന്നുപോകും, മടലാനും കഷ്ടം സഹിക്കുന്നവർ, സാലറി കിട്ടാതെ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ, വിസ കിട്ടാതെ, വിസ പുതുക്കി കിട്ടാതെ, കർത്താവ് മറ്റ് രാജ്യങ്ങളിലെ പാസുകൾ കിട്ടാതെ ഭാരപ്പെടുന്നവർ, അല്ലേലൂയ, രോഗദുഃഖ പ്രയാസം കടന്നുപോകുന്ന, ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്നവർ, മദ്യപാനത്തിൽ മയക്കും ലഹരിമത അടിമപ്പെട്ടവർ, അല്ലേലൂയ, കുടുംബജീവിതം നഷ്ടപ്പെട്ടവർ, ചിഹ്നവിനുമായി കിടക്കുന്നവർ, കോടതി സംബന്ധമായ വ്യവഹാരങ്ങളിൽ കടന്നുപോകുന്നവർ, തടവറയിൽ കിടക്കുന്നവർ, മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, മാനസികരോഗാശുപത്രിയിൽ കിടക്കുന്നവർ, ക്ഷയരോഗത്താൽ, കുഷ്ഠരോഗത്താൽ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരെ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഭാരപ്പെടുന്നവർ, സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ, ഹാർട്ടിന്റെ പ്രയാസത്താൽ സർജറിക്കായി വിധേയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിലും അനുവൃത്തിലും അശരണ യാചക ഓർഫനേജിലും ഓർഡഞ്ച് തടവറയായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യങ്ങൾ ജോലിക്കായി കടന്നുകൊണ്ട് സൗകര്യമാ പീഡ കഷ്ടമനുഭവിക്കുന്നവരെ ഓർത്ത് നാട്ടിലേക്ക് കടന്നുവരാൻ കഴിയാതെ ഭാരമനുഭവിക്കുന്നവരുണ്ട്. വിടിവിക്കണമെന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയെടുക്കണം കർത്താവേ. ഇന്ന് പകൽ കർത്താവേ, ഓരോ കുടുംബത്തിലും നല്ല ഇടയനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കുടുംബത്തിന്റെ ശൂന്യത മാറുവാൻ, ആ കർത്താവേ കുടുംബത്തിനകത്ത് പ്രകാശം വരുത്തുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പാപങ്ങൾ മാറിപ്പോകട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബം ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരുവാൻ, കുടുംബം കർത്താവിന് വേണ്ടി പണിതെടുക്കുവാൻ, സമാധാനമുള്ള കുടുംബമായി തീരുവാൻ സകല കുടുംബത്തെ ദൈവം ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.